ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പല ക്ലബ്ബുകളും പല വിദേശ താരങ്ങളെയും സൈൻ ചെയ്തു. അതിനകത്ത് ഏറ്റവും അണ്ടർ റേറ്റഡ് ഐറ്റമാണ് 34 വയസ്സുകാരനായ ഒഡീഷ FC സൈൻ ചെയ്ത മാനുവൽ മൊളീന എന്ന മിഡ്ഫീൽഡ് ജനറൽ. ആള് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടും കളിക്കുമെങ്കിലും സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് ആള് കളിയുടെ മധ്യനിര എന്ന് ഭരിക്കും. ഇനി ആവശ്യമെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിക്കാനും ആളിന് യാതൊരു മടിയില്ല. ആൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് പലപ്പോഴും കോൺട്രിബ്യൂഷനുകൾ നൽകുമെങ്കിൽ പോലും മൈതാന മധ്യം അടക്കി ഭരിക്കുന്ന ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ തന്നെയാണ് മാനുവൽ മൊളീന. അദ്ദേഹം കഴിഞ്ഞ കുറെ കാലമായിട്ട് കോമ്പറ്റേറ്റീവ് ഫുട്ബോളുണ്ട്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് പൂർണ്ണമായും അദ്ദേഹം ചെലവഴിച്ചിരിക്കുന്നത് സ്പാനിഷ് സെക്കൻഡ് ഡിവിഷൻ, തേർഡ് ഡിവിഷൻ ലീഗുകളിലാണ്. അവിടെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച അദ്ദേഹം കഴിഞ്ഞ 3 സീസണുകളിലായിട്ട് 7000-ലധികം മിനിറ്റുകൾ കളിച്ചിട്ടുണ്ട്. 109 കോമ്പറ്റേറ്റീവ് മത്സരങ്ങൾ അദ്ദേഹം കഴിഞ്ഞ 3 സീസണുകളിൽ നിന്ന് കളിച്ചു. അതിനകത്ത് അദ്ദേഹത്തിന്റെ ആവറേജ് ചാൻസ് ക്രിയേഷൻ വന്നിട്ട് 43+ ആണ്. അത്രയും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ആ താരത്തിന് കഴിയുന്നുണ്ടെങ്കിൽ അയാളുടെ മികവ് എത്രമാത്രം ഉണ്ടെന്ന് നോക്കണം. നിങ്ങൾ ഗോൾ അസിസ്റ്റ് കോൺട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ തുലവും തുച്ഛമാണെങ്കിൽ പോലും മധ്യനിരയിൽ അദ്ദേഹം ഡൈനാമിക് ആയിട്ട് കളിക്കുന്ന ഒരു താരമായതുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മധ്യനിര താരമായി മാറാനുള്ള പൊട്ടൻഷ്യൽ അയാൾക്കുണ്ട്. ഒഡീഷയുടെ സ്കോഡിനെ പലരും വില കുറച്ച് കാണാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും മാനുവൽ മൊളീന എന്ന 34 വയസ്സുകാരൻ അവരുടെ മധ്യനിര ഇത്തവണ വളരെ ഡൈനാമിക് ആയിട്ട് അടക്കി ഭരിക്കാൻ തന്നെയാണ് സാധ്യത. എല്ലാവരും അതൊന്ന് നോക്കി കരുതിയിരുന്നാൽ നന്നായിരിക്കും. ഇത്തവണ വന്ന വിദേശ താരങ്ങളിലെ ഏറ്റവും അണ്ടർ ഡോഗായിട്ട് പലരും വിലയിരുത്തുന്ന താരം കൂടിയാണ് ഈ 34 വയസ്സുകാരനായിട്ടുള്ള മൊലീന.